നമസ്കാരം. ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രി പദം രാജിവെച്ച് രാജ്യം വിട്ടതിന് പിന്നാലെ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെ നേതാവും മുൻ പ്രധാനമന്ത്രിയുമായ ഖാലിദ സിയയ്ക്ക് ജയിൽ മോചനം. പ്രസിഡന്റ് മുഹമ്മദ് ഷഹാബുദ്ദീനാണ് ഷെയ്ഖ് ഹസീനയുടെ പ്രധാന രാഷ്ട്രീയ എതിരാളി കൂടിയായ ഖാലിദ സിയെ ജയിൽ മോചിതയാക്കാനുള്ള തീരുമാനമെടുത്തത്. പ്രതിപക്ഷ പാർട്ടികളുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഖാലിദ സിയെ മോചിപ്പിക്കാനുള്ള തീരുമാനം പ്രസിഡന്റ് കൈക്കൊണ്ടത്. ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി ചെയർപേഴ്സൺ ഖാലിദ സിയെ പെട്ടെന്ന് മോചിപ്പിക്കാൻ ഐകകണ്ഠേന തീരുമാനിച്ചു എന്നായിരുന്നു പ്രസിഡന്റിന്റെ വാർത്താക്കുറിപ്പ്. ഗ്രാഫ്റ്റ് കേസിൽ 17 വർഷത്തെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട 2018 മുതൽ ജയിലിൽ കഴിയുകയാണ് 78-കാരിയായ ഖാലിദ സിയ. അസുഖബാധിതയായ ഖാലിദ സിയെ ആശുപത്രിയിലേക്ക് മാറ്റുമെന്നാണ് റിപ്പോർട്ട്. പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗിന്റെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ എതിരാളികളാണ് ഖാലിദ സിയയുടെ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി. ഷെയ്ഖ് ഹസീനയ്ക്കും ഖാലിദ സിയയ്ക്കും ഇടയിലെ ശത്രുത ബാറ്റിൽ ഓഫ് ബീഗംസ് എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. ഇരു നേതാക്കളും ഒരുമിച്ച് നയിച്ച ജനാധിപത്യ പോരാട്ടത്തെ തുടർന്ന് 91-ൽ ബംഗ്ലാദേശിൽ ജനാധിപത്യം പുനഃസ്ഥാപിക്കപ്പെട്ടിരുന്നു. തുടർന്ന് 91-ൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഖാലിദ സിയ അധികാരത്തിൽ എത്തി. തുടർന്ന് 96-ലെ തെരഞ്ഞെടുപ്പിൽ ഷെയ്ഖ് ഹസീന അധികാരം പിടിച്ചു. 2001-ലെ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ഖാലിദ സിയ അധികാരത്തിലെത്തി. ഈ കാലഘട്ടത്തിലാണ് ഇരുവർക്കുമിടയിലെ രാഷ്ട്രീയ ശത്രുത ഏറെ ചർച്ചാ വിഷയമായത്. ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗ് പുരോഗമന മതേതര നിലപാടുള്ള പാർട്ടി എന്ന നിലയിലാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. എന്നാൽ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി തീവ്ര നിലപാടുകൾ ഉള്ള പാർട്ടിയെന്നാണ് പൊതുവെ കണക്കാക്കപ്പെടുന്നത്. ഭരണവിരുദ്ധ പ്രക്ഷോഭത്തെ തുടർന്നാണ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഇന്നലെ രാജ്യം വിട്ടതും രാജിവെച്ചതും. ഷെയ്ഖ് ഹസീനയുടെ രാജിക്ക് പിന്നാലെ സൈന്യം രാജ്യത്തെ ക്രമസമാധാന ചുമതല ഏറ്റെടുത്തിരുന്നു. രാജ്യത്ത് ഇടക്കാല സർക്കാർ രൂപീകരിക്കാനും തീരുമാനിച്ചു. ഇടക്കാല സർക്കാരിനെ സലിമുള്ള ഖാനും ആസിഫ് നസറും നയിക്കും. ഷെയ്ഖ് ഹസീന രാജ്യം വിട്ട് ഇന്ത്യയിലെത്തിയതിന് പിന്നാലെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുമായും പ്രമുഖരുമായും ബംഗ്ലാദേശ് കരസേനാ മേധാവി ജനറൽ വക്കർ ഉസ്സമാൻ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇടക്കാല സർക്കാർ രൂപീകരിക്കുമെന്നും സമാധാനത്തിന്റെ പാതയിലേക്ക് മടങ്ങാൻ പ്രതിഷേധക്കാരോട് അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്നും സൈനിക മേധാവി മാധ്യമങ്ങളെ അറിയിച്ചത്. ഇതിനിടെ ബംഗ്ലാദേശിൽ നിന്ന് സൈനിക ഹെലികോപ്റ്ററിൽ രാജ്യം വിട്ട ഷെയ്ഖ് ഹസീന ഗാസിയാബാദിലെ ഹിൻഡൻ വ്യോമതാവളത്തിൽ തുടരുകയാണ്. ഹസീനയുമായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ കൂടിക്കാഴ്ച നടത്തിയെന്ന റിപ്പോർട്ടും ഇന്നലെ പുറത്തു വന്നിരുന്നു. ബംഗ്ലാദേശിലെ സാഹചര്യങ്ങൾ വിലയിരുത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ സുരക്ഷാകാര്യ സമിതി ഇന്നലെ യോഗം ചേർന്നിരുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, ധനമന്ത്രി നിർമ്മല സീതാരാമൻ എന്നിവരാണ് യോഗത്തിൽ പങ്കെടുത്തത്. ഷെയ്ഖ് ഹസീന രാജിവെച്ചതോടെ ബംഗ്ലാദേശിൽ ഇനി സൈനിക ഭരണം നിലവിൽ വരും എന്ന റിപ്പോർട്ടും പുറത്തുവരുന്നുണ്ട്. വിവിധ രാഷ്ട്രീയ പാർട്ടികളുമായും പ്രമുഖരുമായും ബംഗ്ലാദേശ് കരസേനാ മേധാവി ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. സൈന്യം ഇടക്കാല സർക്കാർ രൂപീകരിക്കുമെന്നും റിപ്പോർട്ടുകൾ പുറത്തുവന്നു. എന്നാൽ സൈനിക ഭരണമല്ല ബംഗ്ലാദേശിന് ആവശ്യം എന്നാണ് വിദ്യാർത്ഥി പ്രക്ഷോഭകരുടെ നിലപാട്. ഒരു ഇടക്കാല സർക്കാർ ചുമതലയേൽക്കുമെന്ന് ബംഗ്ലാദേശ് സൈനിക മേധാവി ജനറൽ വക്കർ ഉസ്സമാനാണ് അറിയിച്ചത്. എല്ലാ കൊലപാതകങ്ങളും അന്വേഷിക്കുമെന്നും ഉത്തരവാദികളെ ശിക്ഷിക്കുമെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഒരു സൈന്യവും പോലീസും ഒരു തരത്തിലുള്ള വെടിവയ്പിലും ഏർപ്പെടരുത് എന്ന് ഉത്തരവിട്ടിട്ടുണ്ട്. ഇപ്പോൾ വിദ്യാർത്ഥികളുടെ കടമ ശാന്തമായിരിക്കുകയും സൈന്യത്തെ സഹായിക്കുകയും ചെയ്യുക എന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു.